വെൽക്കം ടു കെംസ് വേൾഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് വൺ ബ്രാഞ്ച്, അതായത് ഒരു ബ്രാഞ്ച് മാത്രം വരുന്ന ആൽക്കെയിനുകൾക്ക് എങ്ങനെ പേരിടാമെന്നായിരുന്നു. എങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ആൽക്കെയിനുകൾക്ക് നമുക്ക് എങ്ങനെ പേര് നൽകാം. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം പഠിക്കണം ഇതിനകത്ത്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ഞാൻ 4 കാർബൺ തന്നിട്ടുണ്ട് അല്ലേ. ഈ 4 കാർബൺ തന്നതിൽ നിങ്ങൾ നോക്കിക്കേ, ഈ 2 കാർബണേൽ, അതായത് ഈ കാർബണയിലും ഈ കാർബണയിലുമാണ് എന്ത് വന്നിരിക്കുന്നത്, ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് അല്ലേ. ഒരു CH3 ഗ്രൂപ്പ്, അതായത് ഈ കാർബണയിൽ ഒരു CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ഈ കാർബണയിൽ ഒരു CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പം നമ്മൾ ഇത്രയും നാളും ഈ ഒറ്റ ഒരു കാർബണിൽ മാത്രം CH3 വരുമ്പോൾ എങ്ങനെ പേരിടാമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെ 2 ബ്രാഞ്ചസ് വരുമ്പം 2 എണ്ണം വന്നാൽ, അതായത് 2 ബ്രാഞ്ചസ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഡൈ എന്ന് പറയും. ഓക്കെ, ഇനിയും ഈ സ്ഥാനത്ത് ഇനി ഇവിടെയും കൂടി ഒരെണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം വന്നെങ്കിൽ നമ്മൾ ട്രൈ എന്ന് പറയും. ഓക്കെ, ഇതെപ്പോഴും ഓർത്തിരുന്നോണം. 2 ബ്രാഞ്ച് വരുന്നതിനെ ഡൈ എന്നും 3 ബ്രാഞ്ച് വരുന്നതിനെ ട്രൈ എന്നും നമ്മൾ പറയും. ഓക്കെ, കണ്ടോ, 2 ബ്രാഞ്ചസ് വന്നാൽ അതിനെ നമ്മൾ ഡൈ എന്ന് മെൻഷൻ ചെയ്യണം. 3 ബ്രാഞ്ചസ് ആണെങ്കിൽ അതിനെ ട്രൈ എന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പം ബ്രാഞ്ചസ് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എത്ര ബ്രാഞ്ചാണ് അതിൽ വന്നിരിക്കുന്നത്, ആ ബ്രാഞ്ചിൻ്റെ എണ്ണം ഡൈ ആണോ ട്രൈ ആണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് പേരിടുമ്പോൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു കോമ്പൗണ്ട് ഞാൻ തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് ഞാൻ പറഞ്ഞു, ആദ്യം നമുക്കൊരു കോമ്പൗണ്ട് തരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്ന ചെയിൻ ഏതാണോ അത് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് നമ്മുടെ മെയിൻ ചെയിൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഇതാണ് മെയിൻ ചെയിൻ അല്ലേ. ഇവിടെ 7 കാർബൺ ആറ്റം വരുന്നുണ്ട്. ഇനി വേറൊരു പോസിബിലിറ്റി നോക്കാം. ഇതിനെ ഞാനൊരു മെയിൻ ചെയിനായിട്ട് എടുത്തു. പക്ഷേ 1 2 3 4 5 6 6 എണ്ണം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം അത് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് തന്നെ മെയിൻ ചെയിനായിട്ട് എടുത്തു. ഇവിടെ ആകുമ്പോൾ 7 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പം 2 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിതിനെ എന്താ കൊടുക്കാൻ പോകുന്നത്, പൊസിഷൻ നമ്പർ കൊടുക്കാൻ പോകുന്നു. 1 2 3 4 5 6 7 ഇവിടുന്ന് കൊടുത്തു. ഇവിടുന്ന് 1 2 3 4 5 6 7. ഓക്കെ, ഇവിടുന്ന് കൊടുത്തപ്പം 2ഉം 5ഉം ആണ് വന്നത്. ഓക്കെ, ഇവിടുന്ന് കൊടുത്തപ്പം 3ഉം 6ഉം. ഓക്കെ, 3ഉം 6ഉം ആണ് വന്നത്. അപ്പോൾ ഇങ്ങനെ 2 പൊസിഷൻ നമ്പർ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്പർ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക. ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പം ഇവിടെ ഫസ്റ്റ് തന്നെ ചെറിയ നമ്പർ വന്നിരിക്കുന്നത് ഇതാണ്. സോ നമ്മൾ 2 5 ആയിരിക്കും പൊസിഷൻ നമ്പറായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ 2 5 പൊസിഷൻ നമ്പറായിട്ട് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് എന്താ പറയേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ 2 5 കഴിഞ്ഞ് ഒരു ഹൈഫൻ കൊടുക്കുക. ഹൈഫൻ കൊടുത്തതിന് ശേഷം എത്ര ബ്രാഞ്ച് ഉണ്ടോ ആ ബ്രാഞ്ചിനെ മെൻഷൻ ചെയ്യുക. ഇവിടെ 2 ബ്രാഞ്ച് വന്നതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡൈ എന്ന് കൊടുക്കുക. ഡൈ. ഇനി അത് ഏത് ബ്രാഞ്ചാ, CH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മീഥൈലാണ്. സോ ഡൈ മീഥൈൽ. ഇനി ഇതിന് വേർഡ് റൂട്ട് കൊടുക്കുക. കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എത്രയാ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻ ഹെക്സ് ഹെപ്റ്റ്. സോ ഹെപ്റ്റ്, ആൽക്കെയിൻ ആയതുകൊണ്ട് എ, ഹെപ്റ്റേ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്. 2 5 ഡൈ മീഥൈൽ ഹെപ്റ്റേ. മനസ്സിലായോ? ഇനി അടുത്തൊരു കോമ്പൗണ്ട് നോക്കിയേ. ഇവിടെ എന്താ വന്നിരിക്കുക, ഇവിടെ 3 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 3 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താ നോക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളത് ഏതാണോ അത് കണ്ടുപിടിക്കുക, പേരൻറ്റ് ചെയിൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ ഇതാണ് അതിൻ്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ കൊടുത്തേ, 1 2 3 4 5. ഓക്കെ, ഇനി ഇവിടെ നിന്ന് 1 2 3 4 5. ഓക്കെ, ഇങ്ങനെ നമ്പർ കൊടുത്തപ്പം മേളിൽ നിന്ന് നോക്കുമ്പം ഏതൊക്കെ ചെയിനിലാണ് CH3, ഏതൊക്കെ കാർബൺ ആറ്റത്തിലാണ് CH3 വന്നിരിക്കുന്നത്, 2 3 4. താഴേന്ന് കൊടുക്കുമ്പോഴും
2 3 4. ഓക്കെ, അപ്പം നമുക്കിനി രണ്ടും സെയിം വന്നേക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് നേരിട്ട് നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പം 2 3 4 ഹൈഫൻ ഇവിടെ 3 ബ്രാഞ്ചസ് വന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ട്രൈ എന്ന് പറയുന്നു. ഓക്കെ, ട്രൈ മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ട്രൈ മീഥൈൽ. ഇനി വേർഡ് റൂട്ട് മെത്ത് എത്ത് പ്രൊപ് ബ്യൂട്ട് പെൻറ്റ് പെൻറ്റെയിൻ. ഓക്കെ, ഇങ്ങനെയാണ് പേരിടുന്നത്. ഇനി അടുത്തൊരെണ്ണം നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2 ബ്രാഞ്ച് വന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മെയിൻ ചെയിൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഓക്കെ, എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6. 1 2 3 4 5 6. ഓക്കെ, ഇതിൽ ചെയിൻ വന്നിരിക്കുന്നത്, ബ്രാഞ്ച് വന്നിരിക്കുന്ന ഏതൊക്കെ പൊസിഷനിലാണ്? ഇടതു നിന്ന് വലത്തേക്ക് എണ്ണിയപ്പോൾ രണ്ടാമത്തെ കാർബണിലും നാലാമത്തെ കാർബണിലും അല്ലേ? അപ്പം 2 4. ഇനി വലതു നിന്ന് ഇടത്തേക്ക് എണ്ണിയപ്പം ഏതൊക്കെയാ? മൂന്നാമത്തെ കാർബണിലും അഞ്ചാമത്തെ കാർബണിലും അല്ലേ? മൂന്നാമത്തേതും അഞ്ചാമത്തെ. അപ്പോൾ ഇവിടെ ചെറുതെന്ന് പറയുന്ന ഇതാണ് പൊസിഷൻ നമ്പർ. അപ്പോൾ നമ്മൾ എടുക്കും 2 4 ആണ് നമ്മൾ പൊസിഷൻ നമ്പറായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാൻ പോവാം 2 4 ഹൈഫൻ. ഇവിടെ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2. അപ്പം ഡൈ മീഥൈൽ. ഇനി വേർഡ് റൂട്ട് മെത്ത് എത്ത് പ്രൊപ് ബ്യൂട്ട് പെൻ ഹെക്സ്. ഓക്കെ, അപ്പം ഹെക്സെയിൻ. ഉണ്ടോ? 2 4 ഡൈമീഥൈൽ ഹെക്സെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നിലധികം ബ്രാഞ്ചസ് ഉള്ള ആൽക്കേനുകൾക്ക് പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം, നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്? നമ്മൾ ഇത്രയും നേരം സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആയ ആൽക്കെയിനിന് പേര് കൊടുക്കുന്നതാണ് പഠിച്ചത്. ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആൽക്കീനും ആൽക്കൈനും, അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന ഹൈഡ്രോകാർബണുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഞാനൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയത് എന്താണ്? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4. 4 വരുമ്പോൾ ബ്യൂട്ട് അല്ലേ? ബ്യൂട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഈ മെൻഷൻ ചെയ്യേണ്ടത് ഈ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനാണ്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. സോ ഒന്നാമത്തെ കാർബൺ ആറ്റത്തെ ഡബിൾ ബോണ്ട് വരുമ്പം 1 മെൻഷൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പം പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്? ഡബിൾ ബോണ്ട് വരുമ്പോൾ ഈൻ ചേർക്കുക. അപ്പം ബ്യൂട്ട് ഈൻ, ബ്യൂട്ടീൻ. മനസ്സിലായോ? ഇനി അടുത്ത നോക്കിയേ, ഇതടുത്ത ഒരു കോമ്പൗണ്ട്. ഇതും 1 2 3 4 5 മെത്ത് എത്ത് പ്രൊപ് ബ്യൂട്ട് പെൻറ്റ്. ഇത് പെൻറ്റ. അപ്പം നമുക്ക് മനസ്സിലായി പെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താ പൊസിഷൻ നമ്പർ കൊടുക്കുക? 1 2 3 4 5. താഴെ നിന്ന് കൊടുക്കുക 1 2 3 4 5. മേളിൽ നിന്ന് കൊടുത്തപ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. താഴെ നിന്ന് കൊടുത്തപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ. സോ പെൻറ്റ് ഹൈഫൻ 2 ഹൈഫൻ ഈൻ, ആൽക്കീൻ ആയതുകൊണ്ട് ഈൻ. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം നോക്കിയേ. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. 5 എന്ന് പറയുമ്പോൾ മെത്ത് എത്ത് പ്രൊപ് ബ്യൂട്ട് പെൻറ്റ് അല്ലേ? ഓക്കെ, പെൻറ്റ് എന്ന് എഴുതി. ഇനി നമുക്ക് പൊസിഷൻ നമ്പർ 1 2 3 4 5. 1 2 3 4 5 അല്ലേ? ഇനി ഇവിടുന്ന് എണ്ണിയപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഇവിടുന്ന് എണ്ണിയപ്പോൾ മൂന്നാമത്തേലാണ്. അപ്പം നമുക്ക് ചെറുത് വേണം എടുക്കാൻ. അപ്പോൾ 2 എടുക്കണം. പെൻറ്റ് 2. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഐന്ന് ചേർക്കും. ഓക്കെ, പെൻറ്റ് 2 ഐ. ഇനി അടുത്തത് നോക്കി, CH ട്രിപ്പിൾ ബോണ്ട് C CH2 CH3. ഇവിടെ 4 കാർബൺ ആറ്റമാണ് വന്നിരിക്കുന്നത്. 4 കാർബൺ ആറ്റം വരുമ്പോൾ നമുക്കറിയാം അത് ഏതാണ്? അതിൻ്റെ വേർഡ് റൂട്ട് ബ്യൂട്ടാണ്. ഓക്കെ,
ഇനി ഇവിടെ ഒന്നാമത്തെ കാർബൺ ചെയിനിൽ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. സോ ബ്യൂട്ട് 1 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് അയൺ. അപ്പം ബ്യൂട്ട് 1 അയൺ. ഈ 1 മെൻഷൻ ചെയ്തില്ലെങ്കിലും ഈ ഫസ്റ്റ് 1 വന്നിരിക്കുന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ബ്യൂട്ട് അയൺ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചത് ഇത്രയും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് എല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാൻ.